കൃഷി വകുപ്പ് ഡയറക്ടറായ ശ്രീറാം വെങ്കിട്ടരാമൻ IAS കഴിഞ്ഞ ദിവസം ടി സിദ്ദിഖ് അദ്ദേഹം വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഇറക്കിവിട്ട ഒരു രീതി നമ്മൾ കണ്ടിരുന്നു. സബ്ജക്ട് പൂർത്തീകരിച്ചു. ഒന്ന്, ഒരു മിനിറ്റ് പൂർത്തീകരിക്കും. ഇതൊന്ന് സബ്ജക്ട് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ. എന്തായിരിക്കാം മാധ്യമപ്രവർത്തകർ ഇപ്പോൾ എടുത്ത ഇങ്ങനെയൊരു തീരുമാനം? പലയിടങ്ങളിൽ ഞാൻ കണ്ടു മാധ്യമപ്രവർത്തകർ ഇരട്ടത്താപ്പാണെന്ന് ഒക്കെ. സാർ, ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അത് മാധ്യമപ്രവർത്തന മേഖലയ്ക്ക് ഒരു കളങ്കമായിട്ട് മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. കാര്യം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മാധ്യമത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങൾ അതേപടി പറയുക എന്നുള്ളതല്ല. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമായ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവുകയും വേണം. നോക്കുന്നതിന് ചില ആധാരങ്ങൾ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന മൂല്യങ്ങൾ എന്താണ്? ഉദാഹരണത്തിന് കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒപ്പമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇരിക്കുന്നത്, അല്ലേ? കൃഷി വകുപ്പ് ഡയറക്ടർ ആയതുകൊണ്ട് അപ്പോൾ അവിടെ കൃഷി വകുപ്പ് മന്ത്രി പുതിയ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കേണ്ടത് കൃഷി വകുപ്പ് ഡയറക്ടർ അടുത്താണ്. അതുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കൃഷി വകുപ്പ് മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നില്ല. ചില മൈന്യൂട്ട് ഡീറ്റെയിൽസ് ചിലപ്പോൾ ഒരു പക്ഷേ ഡയറക്ടർക്കായിരിക്കും കൂടുതൽ നന്നായിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ഒരു മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു എല്ലാവരും ബഹളം ഉണ്ടാക്കിയ സംശയമാണ്. ഏതോ ഒരു ഭാഗത്ത് നിന്നാണ് ബഹളം ഉണ്ടാവുകയും ബഹളം ഉണ്ടാക്കി. അവർക്ക് മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന, അതായത് ABCD അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ വളരെ മഹത്തായ ഈ ഒരു പ്രൊഫഷനെ മലിനപ്പെടുത്തുന്നത്. കാര്യം നമ്മൾ സാധാരണ ഒരു സമൂഹം നോക്കി നിൽക്കുകയാണ്. അപ്പം സമൂഹം ഒരു മാധ്യമപ്രവർത്തനത്തെ നോക്കുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രവൃത്തിയിലൂടെ മാധ്യമപ്രവർത്തനത്തെയും കൂടെ നോക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഉത്തരവാദിത്വം ഓരോ മാധ്യമപ്രവർത്തനമുണ്ട്. അപ്പോൾ ഇവിടെ വിഷയം ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ശ്രീറാം വെങ്കിട്ടരാമൻ നിയമപരമായിട്ട് ഇപ്പോൾ ഒരു തടസ്സമില്ലാതെ സർക്കാർ വീണ്ടും അദ്ദേഹത്തിനെ സർവീസിലേക്ക് തിരിച്ചെടുത്തു. അദ്ദേഹം കൃഷി വകുപ്പ് ഡയറക്ടറാണ്. ആ കൃഷി വകുപ്പ് ഡയറക്ടറാണ് അവിടെ നമ്മൾ കാണേണ്ടത്, കൃഷി വകുപ്പ് മന്ത്രി ഇത് ചെയ്യുമ്പോൾ. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, എന്ത് നിസ്സാരമായ അന്തസാര ശൂന്യമായൊരു നടപടിയാണ്. ഇപ്പം തങ്ങളിൽ ഒരാളായ ബഷീർ, ശരിയാണ്, ബഷീർ 2019 അദ്ദേഹം മദ്യപിച്ച് ലക്കില്ലാതെ വണ്ടി ഓടിച്ച് അതിനകത്ത് ഇടയായിട്ട് മരിച്ചു, സത്യമാണ്. അപ്പം മാധ്യമപ്രവർത്തകർ ഒരാൾ ഇതുവരെ കൊല്ലപ്പെട്ടാൽ മാത്രമാണോ മാധ്യമപ്രവർത്തകന് പെരുമാറുക? ഒരിക്കലും പാടില്ലാത്ത സംഗതിയാണ്. അപ്പം ഒരു മാധ്യമപ്രവർത്തകൻ നേരിടുന്ന അനീതിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും പീഡനമോ ഉണ്ടെങ്കിൽ ഓരോ വ്യക്തിയും അതേപോലുള്ള സംഘം നേരിടുമ്പോൾ അതേ രീതിയിൽ തന്നെയാവണം മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ മാധ്യമപ്രവർത്തന രീതി അല്ലെങ്കിൽ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക പ്രതിഷേധിക്കുകയൊന്നും ചെയ്തത് ശരിയല്ല. അത് ഓരോ പൗരനും ഇതുപോലെ അനുഭവം ഉണ്ടാവും. മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യണം. അതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസത്യം എന്ന് പറയുന്നത്. ഈ ശ്രീറാം വെങ്കിട്ടരാമൻ ഇതിനു മുൻപും മാധ്യമപ്രവർത്തകർ ഉള്ള വേദികളിൽ വന്നിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്നു, സർക്കാർ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളിതിനെ കാണേണ്ട സംഗതി പല വശങ്ങൾ ഇതിനെ കാണാനുണ്ട്. ഉദാഹരണത്തിന് ശ്രീറാം വെങ്കിട്ടരാമൻ്റെ വിഷയത്തിലേക്ക് വരുന്നു, ആ ഒരു അപകടം ഉണ്ടായ സംഭവത്തിലേക്ക് വരുന്നു. ശ്രീറാം വെങ്കിട്ടരാമൻ ആ കൃഷി വകുപ്പ് ഡയറക്ടറായിട്ടോ അതല്ലെങ്കിൽ വീണ്ടും സർവീസിൽ പ്രവേശിക്കാൻ യോഗ്യനാണോ അല്ലയോ എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ യോഗ്യനാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യനല്ല എന്ന് എനിക്ക് ഉത്തരവുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, IAS ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യക്തി സാധാരണ പൗരന്മാരെ പോലെയല്ല, അല്ലേ? അപ്പോൾ അവർ നിയമം സംരക്ഷിക്കാൻ കൂടി ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികളാണ്, അല്ലേ? അത് ഭരണയന്ത്രത്തെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അത്തരം ഒരു വ്യക്തി ഇങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ട് വാഹനം ഓടിക്കാൻ പാടില്ല. അദ്ദേഹം അത് ചെയ്തു.
അതുകൊണ്ട് തന്നെ അദ്ദേഹം യോഗ്യനല്ലാതായി മാറുക ചെയ്യുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് സാങ്കേതികമായിട്ട് യോഗ്യത ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു യോഗ്യത അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അപകടം ഉണ്ടായി. അപ്പം മനുഷ്യനാണ്, അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. അദ്ദേഹത്തിന് ബോധപൂർവം കൊന്ന് ഇടിച്ചു കൊന്നതാണെന്നുള്ളൊരു വിശ്വാസമൊന്നും നമ്മുടെ മുമ്പിൽ തെളിവുകൾ കിട്ടുന്ന വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരപകടം സംഭവിച്ചു. പക്ഷേ അതിന് ശേഷമെടുത്ത നടപടികളാണ് വെങ്കിട്ടരാമൻ ഈ KM ബഷീർ മരിക്കാനിടയായ അപകടത്തേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത് അതിന് ശേഷമാണ്. കാരണം അദ്ദേഹം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ മ്യൂസിയം പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല. ആദ്യ സമയത്ത് അവിടെയൊക്കെയാണ് ഒരു IAS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഉത്തരവാദിത്വം വരുന്നത്. എന്തുകൊണ്ട് മ്യൂസിയം പോലീസ് കേസെടുത്തില്ല? എന്തുകൊണ്ട് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് നടത്തിയിട്ടില്ല? അതിനുശേഷം അദ്ദേഹം പോയത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിട്ട് 24 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് ഈ മെഡിക്കൽ ടെസ്റ്റിന് വിധേയനാവുന്നത്. നിയമം കൂടുതൽ അറിയാവുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മറ്റേ ഇന്നസെൻ്റ് പറയുന്ന പോലെ അംബ്ലേഷ്യം പിടിപെട്ടു അല്ലേ? കുറച്ച് നേരത്തേക്ക് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സാങ്കേതിക പേര് ഞാൻ മറന്നുപോയി. കുറച്ചു നേരത്തേക്ക് അദ്ദേഹത്തിന് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ. ആദ്യം പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് സഫയാണ് വണ്ടി ഓടിച്ചത്. അതേ പറഞ്ഞ അപകടം ഉണ്ടായി KM ബഷീർ മരിച്ചു എന്നുള്ള സംഗതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുവരെ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലക്കില്ലാത്തതിൻ്റെ പേരിൽ ഉത്തരവാദിത്തം മറന്നുപോയി എന്ന് അത് വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വണ്ടി ഓടിച്ചതിൻ്റെ പേരിൽ അപകടം ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിന് ശേഷം നടന്ന ഓരോ പ്രവൃത്തിയും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനല്ല, ഒരു സാധാരണ പൗരൻ പോലും ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലേ? അതിനുശേഷം നടന്ന ഒട്ടനവധി കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹം ബോധപൂർവം ചെയ്തത്. നിയമത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട്, നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് തൻ്റെ IAS എന്നുള്ള ആ ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ബോധപൂർവം അദ്ദേഹം അതിനെ ദുരുപയോഗം ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ അധികാരം കൈകാര്യം ചെയ്യാൻ യോഗ്യനില്ലാത്തവൻ മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത്ര ഒരുപാട് കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സർവീസിലേക്ക് തിരിച്ചെടുത്തു എന്നുള്ളത് ഗവൺമെൻറ് കാണിച്ച ഏറ്റവും വലിയ തെറ്റുമാണ് അല്ലേ? മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഉന്നതർ തുടങ്ങിയിട്ട് അന്നത്തെ മുഖ്യമന്ത്രി തുടങ്ങി താഴോട്ടുള്ളവരുടെ ഒത്താശയില്ലാതെ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഈ IAS ഓഫീസർക്ക് ഏർപ്പെടാൻ പറ്റുകയുമില്ലായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഇപ്പം ഉദാഹരണത്തിന് അന്നത്തെ ചീഫ് സെക്രട്ടറിക്ക് അറിയാം, അന്നത്തെ DGPക്ക് അറിയാം ഇവർ ചെയ്ത കുറ്റമാണ്. ഒരുപക്ഷെ അവരുടെയും കൂടെ ഉപദേശം കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പെരുമാറിയതെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് സമർത്ഥിക്കണമെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. ഇത് നമ്മുടെ പരസ്യമായിട്ട് നമ്മുടെ മുമ്പിൽ കണ്ട സംഗതിയാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അയോഗ്യതയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് അദ്ദേഹത്തിന് തിരിച്ചെടുത്തു. നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ തിരിച്ചെടുക്കുകയും അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ഇന്നലെ ഇവിടെ വന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ നാട്ടിലെ നിയമവ്യവസ്ഥയാണോ, ഇപ്പം ഉദാഹരണത്തിന് ചിലപ്പം ഗവൺമെൻറ് തീരുമാനം തെറ്റായിരിക്കാം, ഒത്താശ ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവാം. പക്ഷേ നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന സമയത്ത് നിലവിലുള്ള നിയമങ്ങളെ അനുസരിക്കാൻ ഏറ്റവും ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികളാണ് മാധ്യമപ്രവർത്തകർ. അപ്പോൾ ആ രീതിയിൽ അതിനെ കാണുകയും വേണം. ഇതല്ലാതെ ഈ നമ്മുടെ മൂന്നാംകിട മലയാളം സീരിയലിലെ പ്രധാനപ്പെട്ട ഒരു തീമാണ് അമ്മായിയമ്മ മരുമകൾ പോരാട്ടം എന്ന് പറയുന്നത് അല്ലേ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മായിയമ്മ തൊട്ട ഗ്ലാസ് അല്ലെങ്കിൽ മരുമകൾ തൊട്ട ഗ്ലാസ് അമ്മായിയമ്മ എടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ ബഹളമുണ്ടാക്കിയ മാധ്യമപ്രവർത്തകർ താന്നുപോയി എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരിലൂടെയാണ് ഈ മാധ്യമപ്രവർത്തനം എന്ന മഹനീയമായ ഒരു തൊഴിൽ ഈ പറഞ്ഞതുപോലെ അപകീർത്തികരമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത്.